ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പത്തേക്കുണ്ട് സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നന്നായി ചെറുതായിട്ടല്ല കട്ട് ചെയ്തിന്, കുറച്ച് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിന്. ഞാൻ കുറച്ച് മുമ്പ് ഗ്രീൻ പീസ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്ത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാബീനും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 ഉള്ളിയും 3 തക്കാളിയും കട്ട് ചെയ്ത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതടച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാനിവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉടച്ച് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വേവിച്ച് വെച്ച വെജിറ്റബിളും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തത്. നമ്മളിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് വെക്കണം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ബിരിയാണിക്കത്തേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ജീരകശാല അരിയാണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഈ അരി നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇതിലോട്ട് തിളച്ച ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളം എന്നുള്ള രീതിയിലാണ്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ ഒരു റൈസും കൂടി ഇതിലോട്ട് മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസിൻ്റെ മുകളിലും കുറച്ച് ഗരം മസാലപ്പൊടിയും പുതിനയിലയും മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.